9 മണിയാകുമ്പോൾ സ്കാനിങ്ങിനൊക്കെ പോകണമെന്ന് പറഞ്ഞ ആൾക്കാരോട്ടോ. പക്ഷെ നമ്മൾ എനിക്കും 8:20 കാരണം മദർഷായിട്ട് നല്ല ലേറ്റായിട്ട് വന്ന കാരണം കുറച്ച് നേരം നമ്മൾ ഉറങ്ങിപ്പോയി ഗൈസ്. അങ്ങനെ വേഗം എനിക്ക് ഓടി ചാടി പെടഞ്ഞിട്ടാട്ടോ പല്ലേക്കലും കുളിയൊക്കെ വേഗം വേഗം കഴിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഈ ബാത്റൂമിൽ കുളിക്കുമ്പോൾ മദർഷായിട്ടും പുറത്തെ ബാത്റൂമിൽ കുളിച്ചു ഗൈസ്. എൻ്റെ കഴുത്തൊക്കെ ആകെ കറുത്ത് മുഖത്ത് നീര് വന്ന ആകെ സീനായിട്ടോ. പിന്നെ ഇതാ ചായയൊക്കെ കുടിച്ചു. എനിക്ക് അങ്ങനെ ചായയും വേണ്ട ഒന്നും വേണ്ട കാരണം എൻ്റെ മുഖത്തൊക്കെ നല്ല നീര് വന്നേക്കാണ് ഗൈസ്. പിന്നെ എന്താ കണ്ണിൻ്റെ ചുറ്റും തടുപ്പ്, കഴുത്ത് കറുത്തേക്കുക, അങ്ങനെ പലവിധ ഭയങ്കരമായിട്ട് ചേഞ്ച് എനിക്ക് വന്നിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് നമ്മളിങ്ങനെ സെറ്റാക്കിയിട്ട് വരണം കേട്ടോ. എന്നാലും നമ്മളൊരു 9:15 ആകുമ്പോഴേക്കും നമ്മുടെ എല്ലാം കഴിഞ്ഞ് നമ്മൾ വേഗം പുറത്തേക്ക് ഇറങ്ങിയിട്ടു. അപ്പോൾ അമ്മ ചൂടുവെള്ളമൊക്കെ ആക്കി ഫ്ലാസ്കിൽ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇറങ്ങാൻ നിൽക്കുക. അപ്പോൾ അമ്മ ഇതാ വാതിലൊക്കെ പൂട്ടി ഇറങ്ങിയിട്ടോ. ഹോസ്പിറ്റലുള്ളത് മലപ്പുറം താനൂര് സബൈൻ ഹോസ്പിറ്റലാണ്. അപ്പോൾ കുറച്ച് ദൂരം പോകാനുണ്ട്. കഴിഞ്ഞ 2 പ്രാവശ്യം പോകുമ്പോൾ ഞാൻ ഫുൾ ഛർദ്ദിച്ച് ആകെ കൊളാക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഞങ്ങൾ കവർ കൊടുത്തിട്ടില്ല. അത് ഞങ്ങൾ കവറൊക്കെ കൊടുത്ത് സെറ്റായിട്ടാണ് ഞങ്ങൾ പോവാറ് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യമൊക്കെ പേടിച്ചിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഞാൻ ഛർദ്ദിച്ചൊന്നും ചെയ്തില്ല. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വരുമ്പോൾ ഹോസ്പിറ്റലിൽ കാണുമ്പോഴേ പേടിയായിരുന്നു കേട്ടോ. കാരണം എന്താവും എന്നുള്ള ടെൻഷൻ നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. അവിടെ പോകുമ്പോഴേക്ക് ടെൻഷനല്ല, അതിന് പകരം നല്ല വിഷമം ഉണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വരുമ്പോൾ എൻ്റെ ഒപ്പം ഭാവി ഉണ്ടായിരുന്നല്ലോ, ഇപ്രാവശ്യം ഇല്ലല്ലോ, അങ്ങനെയൊക്കെയുള്ളൊരു ചെറിയ വിഷമമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല തിരക്കായിരുന്നു കേട്ടോ ഹോസ്പിറ്റലിൽ. നമുക്ക് ഇരിക്കാൻ പോലും സ്ഥലം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതാ കിട്ടിയ സ്ഥലത്ത് ഞാനും അമ്മയും കയറിയിട്ട് വേഗം ഇരുന്നു. പിന്നെ എൻ്റെ അടുത്ത് വെള്ളം തന്നിട്ട് വെള്ളം നന്നായി കുടിച്ച് ബ്ലാഡർ ഫില്ലാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ സ്കാനിങ് ചെയ്യുമ്പോഴേക്കും. അങ്ങനെ നമ്മളെ വിളിച്ചു. ഇപ്പോൾ സ്കാനിങ്ങിന് മുന്നേ വെയിറ്റും പ്രഷറൊക്കെ നോക്കാൻ പറഞ്ഞിരുന്നു. എൻ്റെ വെയിറ്റ് കണ്ടിക്ക് വല്ല പാനിക് അറ്റാക്ക് വരുന്നു തോന്നി ഗൈസ്. ഞാൻ അമ്മാതിരിയായിട്ട് നല്ല രീതിക്ക് വെയിറ്റ് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇത് പ്രഷർ നോക്കാതിരിക്കുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര എന്താ പറയുക സങ്കടവും വിഷമവും കണ്ടോ. ഇതൊക്കെ എൻ്റെ വെയിറ്റ് എത്രയുണ്ട് എന്നാണ് ചോദിക്കാനുള്ള ഇതിലായിട്ട് ഇരിക്കുന്നത്. അമ്മയും ആദർശാനും കുറേ ചോദിച്ചു, ഞാൻ പറഞ്ഞു കൊടുത്തില്ല. പിന്നെ ഇതാ റിസൾട്ട് സ്കാനിങ് കഴിഞ്ഞ് റിസൾട്ട് കിട്ടിയപ്പോൾ എൻ്റെ കിളി പോയി ഗൈസ്. എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് അപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും ഫുള്ളായിട്ടുള്ളത് പോയിട്ടുണ്ടായിരുന്നില്ല. ഇനിയും കുറച്ച് ടിഷ്യൂസ് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള മരുന്നും കൂടി ഡോക്ടർ എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഡോക്ടറുടെ എനിക്ക് നല്ല ചീത്ത കിട്ടു ഗൈസ്. കാരണം എനിക്കൊരു 7 ദിവസത്തെ മരുന്ന് കുടിക്കാനുണ്ടായിരുന്നു. പക്ഷെ ഞാനത് കഴിച്ചില്ല. കാരണം എനിക്ക് വേദന നിന്നപ്പോൾ ഞാൻ വിചാരിച്ച വേദനയുടെ ഗുളികയായിരുന്നു എന്നാണ്. പക്ഷെ അത് നമുക്ക് ഇൻഫെക്ഷനൊന്നും വരാതിരിക്കാനുള്ള മരുന്നായിരുന്നു. അത് 7 ദിവസം എന്തായാലും കഴിക്കണമായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറേ ചീത്ത അമ്മയുടെ നിന്നും കേട്ടു, ആദർശേൻ്റെ നിന്നും കേട്ടു, ഡോക്ടറുടെ നിന്നും കേട്ടു. അങ്ങനെ മരുന്നൊക്കെ വാങ്ങിച്ചു. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ നല്ല വെയില ഗൈസ്, ഹെവി വെയിൽ. നമുക്ക് കാറിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഛർദ്ദിക്കാൻ വരും. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിട്ടോ. അപ്പോൾ ഒരു ഊട്ടുപുര എന്ന് പറഞ്ഞിട്ടുള്ളൊരു വനിതാ ഹോട്ടലാണ് കയറി. അപ്പോൾ ആദർശേൻ്റെ പാർക്ക് ചെയ്യാൻ അവിടെ സ്ഥലമേ കിട്ടിയില്ല. അങ്ങനെ നമ്മൾ എവിടേക്കോ കാറ് സെറ്റാക്കി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഒരു അരിയുണ്ട പോലത്തെ സംഭവമൊക്കെ ഞാൻ വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം എനിക്ക് ചോറുണ്ട് കഴിഞ്ഞപ്പോൾ എന്തോ മധുരം കഴിക്കാനുള്ള ഒരു പൂതി. അത് കഴിഞ്ഞപ്പോഴേക്കും ആദർശേട്ടനും അമ്മയ്ക്കും ദാഹം. അമ്മയ്ക്കല്ല ആദർശേട്ടന്. അങ്ങനെ ആദർശേട്ടൻ അമ്മയും കൂടിയിട്ട് ജ്യൂസൊക്കെ കുടിച്ചു. പിന്നെ ഞാൻ ഒന്നും കഴിച്ചിട്ടായിരുന്നു. അപ്പോൾ ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ തേജപ്പനും ചേച്ചിയും നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു. അപ്പോൾ അവരും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിൽ പോകാം. അപ്പോൾ നമ്മുടെ വീട് ഇത്രയേ ഉള്ളൂ. ബൈ.